ഗായ്സ്, ഇന്നത്തെ പരിപാടികൾ ആകെ കുളമായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഇന്ന് മോദി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത്രയധികം പോലീസുകാർ, തിരക്ക്, കാര്യങ്ങൾ കാരണം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കുകളൊക്കെ തിരിച്ചു വിട്ടിട്ട് ഇന്നലെ മുതൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് വേറെ ആവശ്യങ്ങൾക്ക് പോകുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായി. മുത്തിന് നാളെ മുതൽ ക്ലാസ് തുടങ്ങും. മോദി ഇന്ന് വരുന്നതുകൊണ്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല, നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നിതയുടെ വീട് വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്നലത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വണ്ടി മേടിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മഹീന്ദ്ര താറിൻ്റെ കാര്യം ബുക്ക് ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ 6 മാസത്തിനുള്ളിലാണ് നമ്മൾ പറയുന്നത്. ബ്ലാക്ക് കളറാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് പറയണത്. 2 വീൽ ഡ്രൈവ് ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പോൾ അത് 6 മാസം കാത്തിരുന്നിട്ട് നമ്മളൊരു വണ്ടി മേടിക്കണതിൽ ഇനി അർത്ഥമില്ല. ഇത്ര നാളെ അതിനും അതുപോലെ സെക്കൻഡ് ഹാൻഡ് മേടിക്കാമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനും നല്ലത് നമ്മുടെ ഗ്രാൻഡ് വിക്ടാറ നമുക്ക് ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ. അപ്പം ഇന്ന് ഈ പ്രശ്നം കാരണമല്ല, ഇന്ന് ഈ മോദി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് ടെസ്റ്റ് ഡ്രൈവിന് ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഓടിക്കാനായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് കൊണ്ടുവരുന്ന വണ്ടി തന്നെയല്ല നമ്മൾ മേടിക്കാൻ പോണ, വേറെ വണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞ് ആ വണ്ടിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് നേരെ മറ്റേ വണ്ടി കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ബുക്ക് ചെയ്യുന്നില്ല, വണ്ടി കണ്ടതിന് ശേഷം, അതായത് നമുക്ക് തരാൻ പോകുന്ന വണ്ടി അവിടെ കിടക്കണമെങ്കിൽ അത് കണ്ടതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നിലവിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നം ഇന്ന് തീർന്നു. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഉണ്ടാകുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് നോക്കുക അല്ലെങ്കിൽ TV കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാറുണ്ട്. ഇതാണെങ്കിലും ഇന്നിപ്പോ നരേന്ദ്രമോദിനെ ഞങ്ങൾക്ക് അടുത്ത് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു പോണെന്ന്. പക്ഷെ എങ്ങനെയാ പോവാ, ഫുൾ തിരക്കും ബ്ലോക്കും, പിന്നെ കൊറേ നടക്കേണ്ടി വരും. അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചു. പിന്നെ പ്രതിഷേധനെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല, മഹിളകളുടെ അല്ലേ. ഞങ്ങൾ പ്രതീക്ഷേട്ടനെ കയറ്റി വിടില്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്താ വല്ല തീവ്രവാദിയാണെന്ന് വിചാരിച്ചു പെട്ടെന്നേ. അത് ശരിയാ, മഹിളകളുടെ പരിപാടി കാരണം നിതേനം മാത്രം ഉള്ളിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാൻ എങ്ങനെ പുറത്ത് നിൽക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഈ തിരക്കൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ TV-യിൽ കണ്ടു. അത് തന്നെ ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രസംഗം കാര്യങ്ങളും ഒക്കെ കണ്ടു. പക്ഷെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രധാനമന്ത്രിനെ കാണണമെന്ന്. നമുക്ക് TV-യുടെ അല്ലാണ്ട് നേരിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കാണാനും പറ്റുകയെന്ന് പറഞ്ഞൊരു ഭാഗ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അതെ, അതുപോലെ സുരേഷ് ഗോപിനെ ആണെങ്കിലും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആളെ ഇതേവരെ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരും നമുക്ക് കാണാം എപ്പോഴെങ്കിലും അല്ലേ, കാണുമെന്ന് വിചാരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി അങ്ങനെ തൃശ്ശൂർ എടുത്താലോ, നമ്മളങ്ങ് കൊടുത്താലോ അല്ലേ. ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു പ്രാവശ്യം കൂടി ജയിക്കണം ഗൈസ്, എന്നാലാണ് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. ഒരാൾ എത്ര നാൾ ചോദിക്കും ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളല്ലേ കൊടുക്കേണ്ട ആൾക്കാർ. ഒരു പ്രാവശ്യം ഒന്ന് കൊടുത്തു നോക്കുക, എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയാലോ. ഇത് രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ, ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. ആൾ ഏത് പാർട്ടിയിൽ നിന്നാലും ആൾക്ക് ഒന്ന് കൊടുക്കുക. കാരണം വേറൊന്നായിട്ടല്ല, ഒരാൾ ചോദിക്കണം എന്നൊക്കെ ഒരു പരിധിയില്ലേ, ഞാൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് പാർട്ടിയിലായാലും ആൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർ ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു കാരണം കാഴ്ചപ്പാട്. വേറൊന്നും കൊണ്ടല്ല, ആൾ ഒരു നല്ല മനുഷ്യനായിട്ട് വ്യക്തിത്വമായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരത്തിലൂടെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത്. കാരണം ഇപ്പോൾ ഗണേഷ് കുമാർ നമ്മൾ എടുത്ത് പറയേണ്ട, എനിക്ക് മന്ത്രിമാരിൽ നിന്നല്ല ശരിക്കും പറയണത്, ഈ രാഷ്ട്രീയക്കാരിൽ വെച്ചിട്ട് എന്ത് കുറ്റങ്ങളും കുറവുകളും എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഏറ്റവും, അത് കൊല്ലങ്ങളായിട്ട് ഈ ഫസ്റ്റ് ടൈം ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഗണേഷ് ഇരുന്ന സമയം മുതൽ എനിക്ക് ഗണേഷിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ആളുടെ ഏത് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും, ഏത് മറ്റെന്താ പറയുക ഇതുണ്ടെങ്കിൽ യൂട്യൂബിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ അന്ന് മുതൽ കാണുന്നതാണ് കേട്ടോ, ഇത്ര കൊല്ലം മുന്നേ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ കാര്യവിവരം ഉള്ളൊരു മന്ത്രി, അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിയാണ്, കാര്യവിവരമുള്ള ഒരു MLA, അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ തോന്നിയിട്ടുള്ളത് ഗണേഷ് കുമാറിനെയാണ് കേട്ടോ. അപ്പോൾ ഗണേഷ് കുമാറിനെ ഞാൻ ഇനി ആയാലും ഇങ്ങനെ നോക്കിയിരിക്കാൻ, ആളെ എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആളെ ചെയ്യാനായിട്ട് അനുവദിച്ചാൽ മതി. ചെയ്യാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യാൻ ഐഡിയകളുള്ള ആളും
അതുപോലെ കഴിവുള്ള ആളുമാണ്. അയാൾ ചെയ്യുമ്പോൾ അയാളെ ഇനിയിപ്പോൾ അവിടെ പിടിച്ചിരുത്തോ, നീ ഇങ്ങനെ ഇരുന്നാൽ മതി വെറുതെ എന്ന് പറഞ്ഞ് ഇരുത്തുമോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ആൾ ഈ 2.5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വേറെ ഒന്നല്ല, നമ്മളുടെ ഹെൽമെറ്റ് 3 പേർക്കും നിർബന്ധമാക്കിയപ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ച ഒരേ ഒരാൾ ഇയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കുട്ടികൾ ഒരാളെ കൊണ്ടുപോകുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ വ്യക്തമായിട്ട് ഈ ഇത്ര മന്ത്രിമാർ ഈ തീരുമാനം എടുത്തപ്പോഴും അയാൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ലൈസൻസ് ഭയങ്കര സ്ട്രിക്റ്റ് അത് ഞാൻ ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ എവിടേക്കെങ്കിലും പോകുമ്പോൾ അറിയാൻ പാടില്ലാത്തവരാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കണേ. അപ്പൊ ഒക്കെ ഞാനാ പ്രതിഷേധം പറയില്ലേ, ഞാനിരുന്ന് പറയാം ലൈസൻസ് കൊടുത്തോ അതല്ല സത്യം. ഓടിക്കാറില്ലെങ്കിൽ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വല്ല ബസ്സിലും കയറി പോവാ. ഞാൻ കുറെ പറയും സംഭവം ശരിയാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ ബ്ലോക്കിൽ ഓടിക്കുമ്പോൾ എനിക്കൊരു തപ്പല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബ്ലോക്കിലുള്ള ഓടിക്കില്ല. ഞാൻ വല്ല ഹൈവേയില് വല്ല ലോങ് ട്രിപ്പ് പോകുമ്പോ ഹൈവേയില് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഓടിക്കുന്നുള്ളൂ. നിനക്കാ തോന്നുന്നുള്ളൂ നീ തപ്പി തപ്പി ഓടിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല. നീ ഞാൻ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാക്കണ കാര്യമല്ല കേട്ടോ. നീ ഓടിക്കണത് എനിക്ക് അങ്ങനെ ഇതേവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ തരില്ല. ബ്ലോക്ക് ഉണ്ടാക്കണ രീതിയിലുള്ള ഒരു ഓടിക്കാറിയായൊന്നും എനിക്കില്ല. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കിടന്ന് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, കാരണം റോഡ് മൊത്തം ക്ലിയർ ആയിട്ടും ആ വണ്ടി എടുക്കാണ്ട് ഇങ്ങനെ തപ്പി തപ്പി ഇരിക്കണ കാണുമ്പോണ്ടല്ലോ എനിക്ക്. അതുപോലെ സ്കൂട്ടർ ഓടിക്കണവര് ഞാനൊരു ഈ കിടന്ന് തോഴഞ്ഞിട്ട് ഫ്രണ്ടിലേക്കൊക്കെ വരും. ഒരു അമ്പൽ വിട്ടിട്ടുള്ള വരവ്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കണമെന്നൊക്കെ ഈ പറഞ്ഞ പോലെ കർക്കശാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയും ഈ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ കുറേ. കാരണം ഓടിക്കാൻ അറിയണവനാണല്ലോ വരും. ലൈസൻസ് ഇന്ന് കിട്ടി നാളെ തന്നെ റോഡിലേക്ക് ഇറങ്ങാണ്. ഇത് ഞാൻ പറഞ്ഞ ലൈസൻസ് കിട്ടി ഓൾ ഇന്ത്യ ട്രിപ്പ് പോയോണ്ടാണ് ഞാൻ അത്ര. അതിനു മുന്നേ ആയാലും ഞാനിങ്ങനെ ഓടിക്കും, കുറെ ഓടിക്കായിരുന്നു. അങ്ങനെ എനിക്കിപ്പോ ഒരു വഴക്കം വന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഇത് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പിന്നെ ഈ പറഞ്ഞോണം ഞാൻ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ ഓടിച്ച് കുറെ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തീരുമാനം സ്ട്രിക്റ്റ് ആക്കിയ തീരുമാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയല്ല ആള് ഒരുപാട് ഇപ്പൊ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പാർക്കിംഗ് ചെയ്യാൻ മര്യാദയ്ക്ക് അറിയാണ്ട്. അത് എന്താ വെച്ചാൽ കാരണം 2 വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലത്തൊക്കെ ഒരു വണ്ടി പാർക്ക് ചെയ്തിടും. അതൊക്കെ കാണുമ്പോഴാണ് കാരണം ഒന്നാമത് നമ്മുടെ തൃശ്ശൂര് ജില്ലയില് പാർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം വലിയൊരു പ്രശ്നമാണ്. തൃശ്ശൂര് മാത്രമല്ല, ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ. നമ്മൾക്ക് പാർക്കിംഗ് ഇല്ല. എവിടെ പോയാലും എവിടെ വണ്ടി പാർക്കിംഗ് അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് പോണെങ്കിൽ അതിന് വേണ്ടിട്ട് അറിയാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഇടണേനെ ചെരിച്ചിടും. അപ്പൊ പിന്നെ അത്രയും സ്ഥലം പോയില്ലേ. അവരവരുടെ എളുപ്പത്തിന് ചെയ്യണേ. അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഇതിലൊക്കെ. ട്രാൻസ്പോർട്ടിന്റെ ആയാലും അതുപോലെ എല്ലാ കാര്യത്തിലും എന്തായാലും ഞാൻ പറയണത് ആൾക്ക് ആശയങ്ങളുണ്ട്. അത് നടത്താനായിട്ടുള്ള കുറച്ച് ഫണ്ടും കുറച്ച് കാര്യങ്ങളും അയാളെ ചെയ്യാനായിട്ട് അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്മുടെ വണ്ടി പ്രേമികൾക്ക് അയാൾ നല്ലൊരു മന്ത്രിയാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. നന്നാവും. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് ഒത്തൊരാളാണ്. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് പാർട്ടി ഒന്നും നോക്കിയിട്ടല്ല, പാർട്ടി ഇല്ല. അയാളിപ്പോൾ കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും ഇപ്പോൾ BJP-യിലേക്ക് നാളെ പോയാലും എനിക്കൊരു വോട്ട് ചെയ്യാനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യും. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞ പോലെ, അതായത് ആൾ ഏത് പാർട്ടിയിൽ നിന്നാലും വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തികളോടുള്ള ഒരേ ഇഷ്ടം കൊണ്ടാണ്. അതിൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഘടകമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിപ്പിച്ചവൻ നാളെ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പോവുക. അപ്പോൾ പാർട്ടിയൊന്നും ഇതിനൊരു അടിസ്ഥാന തത്വമല്ല. ആളുകൾ, നല്ല വ്യക്തികൾ, അതാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറയുന്ന ആൾക്കാരാണ് വിദ്യുത് ശക്തി മന്ത്രിയും അതേപോലെ വണ്ടിയുടെ സ്റ്റിയറിങ് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചാലല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുക എന്ന് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർ ഗതാഗത വകുപ്പ് മന്ത്രിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർ സംസാരിക്കുന്നത് പറഞ്ഞ വിദ്യാഭ്യാസം. അതന്നെ, ഇംഗ്ലീഷ് ശരിക്കും നേരാച്ചുവാണ് സംസാരിക്കാൻ അറിയില്ലാത്ത. അപ്പൊ ആ നിലയ്ക്കുള്ള ആൾക്കാരാണ് ഇവിടെ ആകെ തവിടുപൊടിയാക്കണത്. നമുക്കിതിപ്പോ നല്ല ആൾക്കാരായാൽ മതി. അത് ഏത് പാർട്ടിയിലുള്ള ആൾക്ക്. ഈ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു നല്ല നല്ല മന്ത്രിമാരുള്ളത് കൊണ്ടാണ് വീണ്ടും നല്ല ഒരുവിധം കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും ജയിച്ചു വന്നത്. ഈ പ്രാവശ്യം ടീച്ചറൊക്കെ അത് തന്നെ ഈ ഒരു പ്രാവശ്യം വന്നപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ച് പോയി. ആകെ തവിട്ട് പൊടിയായി. ഇപ്പൊ നമുക്ക് തന്നെ കാണുമ്പോ ഇത് എന്തൊക്കെ കാണിക്കണേ എന്നുള്ളൊരു തോന്നലായി. കൊറോണ ടൈമിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ ശരിക്കും
ഇതായിട്ടുണ്ട്. അല്ല, ആ സമയത്തൊക്കെ ഭരണം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ആൾക്കാർ വീണ്ടും ജയിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ നമ്മളടക്കം നമുക്കൊക്കെ ഇങ്ങനെ തോന്നുകയാണ്, കുഴപ്പമില്ല. പക്ഷെ ആ സാഹചര്യമൊക്കെ മാറിയിട്ട് ഇപ്പൊ കാണിക്കണ ഓരോ തോന്നിവാസങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല ആൾക്കാർ വന്ന് നല്ല രീതിയിൽ ഇനി 2.5 കൊല്ലമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെറുപ്പിന്റെ കൂടെ വെറുപ്പ് ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പിന്നെ അത് എന്താ അയാളോടുള്ള വെറുപ്പ് കൂടി ദേഷ്യമാവും എന്ന് പറയില്ലേ, അങ്ങനത്തെ സംഭവമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിസാരം നമ്മളെന്താ ആലോചിച്ചത്, ഇപ്പൊ നിതയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാർ എടുക്കണോ സ്കൂട്ടർ എടുക്കണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയോ, ഇനിയിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ക്യാമറ ഉണ്ടാവും, അപ്പൊ അവിടെ പിടിച്ച 500 രൂപ കളയണം. അപ്പൊ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോവാണ്. പിഴ കിട്ടിയാ കിട്ടട്ടെ, എന്നാലും ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് എന്തേ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പോണത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാമല്ലോ, ഞങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളോ പോലീസെ നിങ്ങളുടെ അടുത്ത് എന്ന് ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ചോദിക്കാൻ പറ്റൂല എന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും ഇന്ന് മുത്തിനെ പോയിട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഒരുപാട് വർത്താനം പറഞ്ഞ് കാട് കയറി പോയി സത്യം പറഞ്ഞ അല്ലേ. അപ്പോൾ നേരെ മുത്തിനെ എടുക്കാനായിട്ട് നിതയുടെ വീട്ടിലേക്ക് പോകണം. അതിന് മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത് വളരെയധികം നേരം വൈകിട്ട് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഇപ്പോൾ 7 മണിയായപ്പോഴേക്കും നന്നായിട്ട് വിശന്നു തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതന്നെ. അപ്പോൾ ആദ്യം പോയിട്ട് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും കഴിക്കണം, എന്നിട്ട് വേണം നിതയുടെ വീട്ടിലേക്ക് പോകാൻ. പിന്നെ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു വണ്ടി ഓടിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നാളെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും പറയുന്നതായിരിക്കും. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ, അത് കഴിഞ്ഞിട്ട് നേരെ നിതയുടെ വീട്ടിലേക്ക്. ഓക്കെ, രാത്രിയിൽ ഇനി തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. മോദി തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കാം. 4 മണി അല്ല 5 മണി ആയപ്പോഴാണ് മോദി പോയിട്ടുള്ളേ. അപ്പൊ അത് കാരണം പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഉണ്ടെങ്കിൽ വീണ്ടും വണ്ടികൾ അങ്ങോട്ട് കൊണ്ട് തിരിച്ചു വിട്ടാൽ നമുക്ക് വണ്ണത്തേക്ക് പോകണ്ട. നമ്മൾ ഏത് വഴിക്ക് പോകും? വേറെ വല്ല വഴിക്ക് പോകേണ്ടവര്. മോദി വന്നതിന്റെ യാതൊരു തിരക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി നിതയുടെ വീട്ടില്. വീടിന്റെ അവിടെ ഇപ്പൊ സ്ഥിരം ഇല്ലാത്തൊരു പ്രത്യേകത, കട തുടങ്ങിയില്ലേ, അത് കാരണല്ലേ. എന്നാലും കണ്ടിട്ടുണ്ടാവില്ല, അതിപ്പോ അവിടുത്തെ കടയാന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പൊ നിതയുടെ വീട്ടില് ഇവിടെ കട ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്ത് ഇവിടുത്തെ സെയിൽസ്മാൻ ആണ്. നമുക്ക് നോക്കി നോക്കാം ഇവിടുന്ന് വണ്ടിയിൽ പോകുമ്പോ തന്നെ എന്താണ് ഇവിടെ കച്ചവടമാണോ മുത്താണോ ആൾക്കാരാണോ ഇരിക്കുന്നത്? മുത്ത് കച്ചവടക്കാരല്ല. അതെ. അപ്പൊ എന്തായാലും ഇവിടെ ഒതുക്കി നിർത്താം. ഗായ്സ്, ഞങ്ങളങ്ങനെ നിതയുടെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് നിതയുടെ പഴയ വീട്. അതായത് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ വീടെന്ന് പറയുന്നത്. അതിന് ശേഷമാണ് ഇവിടെ നിന്ന് മാറി അവിടെ പുതിയ വീടൊക്കെ വെച്ചത്. അപ്പോൾ 15 കൊല്ലം മുന്നേ ഇതായിരുന്നു വീട്. ഇവിടെ വന്നിട്ടാണ് കല്യാണമൊക്കെ കഴിച്ചത്. ഇതായിരുന്നു കേട്ടോ ഇവരൊരു കട എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പഴയ കാലത്തെ കട എന്ന് പറയുന്നത് ഇതായിരുന്നു. അന്ന് കല്യാണം കഴിക്കുമ്പോൾ കടയൊക്കെ ഉണ്ടായിരുന്നു. ഇതിവിടെ ഒരു ഇതേപോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കട. എന്നിട്ട് ആ കടയും കാര്യങ്ങളൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 5 കൊല്ലമായി കട നിർത്തിയിട്ട്. കട ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ തുടങ്ങിയതാണ്. കാരണം ഇവർ വയസ്സായിട്ട് വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ ഈ മൊബൈൽ നോക്കി വയ്യാണ്ട് അതിനെ പറഞ്ഞില്ല. വെറുതെ ഇരുന്ന് തലയ്ക്ക് പ്രാന്ത് വരിക. അപ്പം എന്തെങ്കിലും 4 ആൾക്കാരെ കാണാനുള്ള പരിപാടിയൊക്കെ ആവണമെങ്കിൽ പഴയതുപോലെ കട അന്ന് നടത്തിയിട്ടുള്ളവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് തുടർന്ന് കട അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കട തുടങ്ങി. അപ്പോൾ അതിനെ പ്രമാണിച്ച് മുത്ത് 24 മണിക്കൂർ ഇപ്പോൾ ഇവിടെയാണ് അല്ലേ. ഇപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ മുതൽ എത്ര ദിവസമായിട്ടാ? 3-4 ദിവസമായാ? 3 ദിവസമായിട്ട് മുത്ത് ഇവിടെ. ഇനി എങ്ങനെ കച്ചവടങ്ങളൊക്കെ നടക്കണ്ടോ കടയിൽ? നിനക്ക് കണക്ക് കൂട്ടാനൊക്കെ അറിയോ? അപ്പൊ ഞാൻ പറയണത് ഇത് 10 രൂപയ്ക്ക് വേണം, 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 പിന്നെ ഇത് 10 രൂപയ്ക്ക് വേണം, ഇത് 10 രൂപയ്ക്ക് വേണം. അപ്പൊ ടോട്ടൽ എത്ര രൂപയ്ക്ക് ഉള്ള സാധനം? നിനക്ക് കണക്കൊക്കെ അറിയാലോടാ. 10 സാധനം നീ എങ്ങനെയാ മനസ്സിലാക്കിയേ? ഒക്കെ ശ്രദ്ധിച്ച? അപ്പൊ നീ ഒരു ജാതി ബിസിനസ്മാൻ ആണല്ലോ ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പപ്പയും കച്ചവടം തന്നെയായിരുന്നു കേട്ടോ. 10-30 കൊല്ലം കച്ചവടമായിരുന്നു. ഞാൻ 6 കൊല്ലം കച്ചവടമായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ കച്ചവടം എല്ലാം കൂടി ഇവനൊരു ബിസിനസ് മാനായിരിക്കുകയാണ് അല്ലേ. എല്ലാവരെയും ആ കടയിലത്തെ അറിവ് നിനക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് കിട്ടി. ഈ കടയിൽ എന്തൊക്കെ ഉണ്ട് മുത്ത? ഫുൾ സാധനങ്ങളൊന്നും നീ പരിചയപ്പെടുത്താൻ പറ്റുമോ? കളിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് പറയണേ അല്ലേ. കേപ്പ്, തോട്ട, കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണേ. ഇത് പൊട്ടാസ്. അതിന് വെച്ചിട്ട് എറിയണതല്ല സാധനം. അപ്പൊ കുട്ടികൾക്ക് ആകർഷണീയമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ അത് മാത്രമേ ഉള്ളൂ. വേറെ കളിപ്പാട്ട സാധനങ്ങളില്ല. ഇപ്പോ ഇത് മിഠായികള്. മിഠായികള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിഠായികള്. ഇത് പല്ലൊട്ടി മിഠായി ഉണ്ട്, ഗ്യാസ് മിഠായി ഉണ്ട്, പിന്നെ മാംഗോ. ഇത് മാംഗോ അല്ലേ? മാംഗോ മിഠായി, കോഫി മിഠായി, ഇത് സെന്റർ ഫ്രഷ്. പിന്നെ ഇതെന്ത് മിഠായിടാ? ചക്ക മിഠായിയാ? ഓട്ടോമാറ്റിക് വരും. ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ വായിലിട്ട് ഇനി വർത്താനം പറയാൻ പറ്റില്ല. പിന്നെ വേറെ ഇത് ബബ്ലിക്കാന്നുണ്ട്. അപ്പൊ ഒരു 8-10 തരം. പിന്നെ ഇതൊന്ന് കൽക്കണ്ട മിഠായിയാ.
ഉപ്പുകട്ടയാ? ഇത് നമ്മുടെ തേനിലാവ്. കുമ്പളങ്ങി മിഠായി. ദൈവം, ഇതൊക്കെ പഠിച്ചു നീ ഇത്ര ദിവസം കൊണ്ട്. അപ്പൊ ആൾക്കാർ വരുമ്പോ നീ ചോദിക്കോ ചേട്ടാ എന്താ വേണ്ടേന്ന് ചോദിക്കോ? എന്താ വേണ്ടേന്ന് ചോദിക്കോ? കണക്ക് കൂട്ടിയിട്ട് തെറ്റിട്ട് ഇവിടുത്തെ കാശ് അപ്പാപ്പന്റെ കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കറക്റ്റ് ആയിട്ടല്ലേ? 1 കിലോ 10 രൂപയോ? പോടാ ഇവിടുന്ന്. 1 കിലോ പഴത്തിന് 30 ഉറുപ്പിയോ? പോയി ചോദിച്ചിട്ടോ? ഞാൻ കാണാണ്ട് പറഞ്ഞ ചെന്ന് ചോദിച്ചിട്ട് പോവാ. ചെല്ലേ, അറിയണ്ടേ? ഇവൻ ഈ കട ഇന്നാളത്തോടെ അടപ്പിക്കും. ഇപ്പൊ 5 ദിവസമായി നിൽക്കണു. ഒരാഴ്ച പോയി അടുപ്പിച്ച് നിന്നാ മിക്കവാറും ഈ കട അടപ്പിക്കൂട്ടാ. 10 രൂപ ചൂടോട് കൂടി കഴിഞ്ഞു 1 കിലോ. എന്ത് പഴം? നേന്ത്രപ്പഴം. 10 രൂപയ്ക്ക് നേന്ത്രപ്പഴ? ചീഞ്ഞതായിരുന്നു? ചീയാത്ത പഴോ? അത് മറ്റേ നെസ്റ്റോലൊക്കെ ഓഫർ കൊടുക്കില്ലേ, അതേപോലെ ഇവിടെ ഓഫർ കൊടുക്കും. ഈശോ, ഇപ്പൊ ലുലു ആണ് കേട്ടോ ഈ കാണുന്നത്. നിതയുടെ വീട്ടിലെ ലുലു ആണ് കാണുന്നത്. ലുലുവിലെ കച്ചവടക്കാരാണ്. 10 രൂപയുടെ യൂസഫ് അലി. അത് തീരുമ്പോ തീരുന്നു. പിന്നെ ഇത് 50 രൂപയുടെ. ഓക്കെ, അതെന്താ അത്ര പെട്ടെന്ന്? ഇത് നാടനാ. അല്ല, ഇവര് പേപ്പറിൽ പരസ്യം കൊടുക്കും. ഇപ്പൊ 50 രൂപയുടെ ഇവിടെ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ എല്ലാവരും പിന്നെ ഒരു കാര്യമുണ്ട്, ആ 10 രൂപയുടെ പഴം മേടിക്കാൻ മാത്രമായിട്ട് വരില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കണത് 10 രൂപയ്ക്ക് പഴം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആരെ? 10 രൂപയ്ക്കൊക്കെ പഴം തരണതിന് നേന്ത്രപ്പഴം അത് കൊടുക്കും, കുറെ ആൾക്കാർ കൊടുക്കും. ഇവിടെ മാത്രം കച്ചവടം കിട്ടാനുള്ള പല ട്രിക്കുകളും ഉണ്ടല്ലേ. അത് നമുക്ക് ഡാഡിയോടും മമ്മിയോടും ചോദിച്ചാൽ മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാന്നുള്ളത്. പിന്നെ ദേ അതുപോലെ തന്നെ ഹെയർ ഡൈകൾ ഉണ്ട്. സിസോ ദേ കിടക്കണോ? ബ്ലാക്ക് റോസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ കച്ചവടം ചെയ്തിട്ടാ. അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ല. നീ ഇതാ പോരെ, നീ ഇങ്ങട് കച്ചവടം ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. മിച്ചറിൽ പൊട്ടുകടല. എന്താ ഏത് കടയിലാ? എന്തേ കടയിൽ നിന്നാലാ? പിന്നെ എന്തൊക്കെയാ ഇവിടെ ഇപ്പൊ ഇന്ന് വില കുറവിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്താ നിങ്ങൾ കൊടുക്കണത്? കിലോ 10 പഴം എങ്ങനെ കൊടുക്കണേന്നുള്ളത് നിങ്ങൾ പറയില്ലേ? അപ്പൊ അത് ഭയങ്കര ഇതായാലോ. എന്തൊരു കഷ്ടം നോക്ക് ഗായ്സ്. ഇവിടെ കിലോ 10 രൂപയ്ക്ക് കൊടുക്കണ്ട്. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരും വരിക. സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് പോണ വഴിക്ക് നിങ്ങൾ ലുലുവിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇവിടേക്കോ പോവുകയാണെങ്കിൽ എന്താ നെസ്റ്റോയിലേക്ക് പോണ വഴിക്ക് ഇവിടെ കയറിയിട്ട് വില ചോദിച്ചു പൊക്കോ. എന്തായാലും 10 രൂപയ്ക്ക് അവിടെ കിട്ടില്ല. ഇവിടെ തന്നെ കിട്ടുള്ളൂ. ചീഞ്ഞ പഴം പറഞ്ഞ നാളെ എനിക്ക് അടി കിട്ടുമോ? അല്ല, അടിപൊളി. അതെ അല്ലേ? എന്റെ ദൈവമേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതെന്തിട്ടാ സാധനം? എലിവെഷ. ഇത് എലിവെഷ അല്ല, ഇത് സോഡാപ്പൊടി അല്ലത്. സോഡാപ്പൊടി, കോൺഫ്ലവർ ഒന്നല്ല. അതെ, കോൺഫ്ലവറാ? കോൺഫ്ലവർ. അതൊക്കെ ഷേവിങ്ങിന്റെ സാധനങ്ങൾ. മാസ്ക്. പിന്നെ തിന്നാനുള്ള സാധനങ്ങളുണ്ട്. കപ്പലണ്ടി, പിന്നെ ബോംബ് മിഠായി. സൂപ്പർ ഗ്ലൂ ആണ് അത്. അത് ലിപ് ബാം അല്ലേ? സൂപ്പർ ഗ്ലൂ. ബലൂണ്. അത് ക്രിസ്മസ് കഴിഞ്ഞു. നീളം ബലൂണൊക്കെ കഴിഞ്ഞുല്ലോ. പിന്നെന്തുട്ടാ? പിന്നെ ഈസ്റ്റ്, പിന്നെ സോപ്പും പൊടികള്. കടയുടെ ഉള്ളിൽ നിറച്ച സാധനങ്ങളാണ്. ബിരിയാണി കിറ്റല്ലേ ഉള്ളൂ? അല്ലല്ല, ബിരിയാണി വെച്ചു കൊടുക്കണ്ടോ? ബിരിയാണി ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഫുഡും കൂടി ഉണ്ട്. നാളെ ഹെൽത്തുകാർ ഇവിടെ വരുമോ? ഇഡ്ലി മാവ് ഒക്കെ കൊടുക്കും. ഇഡ്ലി മാവ്, പിന്നെ ചപ്പാത്തി, പച്ചക്കറി ഉണ്ട്. പച്ചക്കറി ഉണ്ടല്ലോ. തക്കാളി ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, സവോള, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മൈദ, റവ സാധനങ്ങള്, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടപ്പോ. ബേക്കറി വിത്ത് പലചരക്ക് വിത്ത് സ്റ്റേഷനറി വിത്ത്. എന്തിട്ടാ എന്ത് സാധനം? സോഡയാ? കളർ സോഡയാ? ഇതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടറാ. ഇനി ഞാൻ അതിലെ കടയുടെ ഉള്ളിലേക്ക് വരാം. ഇവിടെ സോഡയും സാധനങ്ങളൊക്കെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അരി സാധനങ്ങളും വീടിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള. പിന്നെ എന്തുട്ടാ ബാക്കിയുള്ള സാധനങ്ങളും സംഭവങ്ങളൊക്കെ എല്ലാം കടയിലല്ലേ? ഞാനന്ന് പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ അല്ലേ വന്നിരുന്നേ? ഇവിടെ ഞാൻ വന്ന് ഇവിടെ കസാരയിൽ ഇങ്ങനെ ഇരുന്നു. എങ്ങനെ ഇരുന്നെന്ന് പറയും. നീ മൊബൈൽ പിടി, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നിട്ട് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ വന്നിരുന്നു. ഡാഡി ഇവിടെ ഇരുന്നുണ്ടല്ലേ?
ഡാഡി ഇവിടെ ഇരുന്നേ, ഇവിടെ ഡാഡി ഇവിടെ ഇവിടെ അങ്കിളിരുന്നു. ആ ഞാൻ ഈ റൂമില് പ്രതിഷേധം ഒന്നും ചോദിച്ചില്ല. പേരെന്താ ചോദിച്ചു. ശരിയാ, പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് അമ്മയും എല്ലാം വന്നിട്ട് വിളിച്ചു നോക്കും. മറ്റേ എന്താ പറയാ, ഇവിടെ അവിടെ ചെന്നിക്കടാ, നിങ്ങൾ അവിടെ വിളിച്ചു നോക്ക്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കും. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എനിക്ക് ഉള്ളില് നിക്കണതാണ് പെണ്ണ്, അതൊന്നും അറിയില്ലല്ലോ. അന്ന് മമ്മീനെ കണ്ടിട്ടില്ല, അപ്പൊ അറിയില്ല. മമ്മി അറിഞ്ഞാലും ആ സംഭവം പെണ്ണ് കാണാൻ വന്നപ്പോ മമ്മിയാണ് പെണ്ണ് ചെയ്യാൻ 2 പ്രാവശ്യം ഞാൻ 10 വയസ്സിനൊക്കെത്തുള്ളൂ. പ്രതീക്ഷേട്ടനും എന്റെ മമ്മി തമ്മിൽ 10 വയസ്സിന് വ്യത്യാസം. അതുകൊണ്ടല്ല, ഇതെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇത്രയധികം നാണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പെണ്ണാവും. പിന്നെ എന്റെ അമ്മയ്ക്ക് ഇത്രയധികം നാണം എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ വിളിഞ്ഞു നോക്കും, തലയ്ക്ക് വേണ്ടി ഓളുണ്ടാവും. അത് കഴിഞ്ഞ് ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം അല്ലേ? ഇത് മുറിയായിരുന്നു. ഇത് ഈ 2 ബെഡ്റൂം ആയിരുന്നു. പിന്നെ കട ഉണ്ടായിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ ഇതായിരുന്നു അന്നത്തെ ബെഡ്റൂം. ഇതിന്റെ കട്ടില് അലമാരിയൊക്കെ വെച്ചാർന്നത്. ഈ 5 വർഷമായിട്ട് നിർത്തിയിട്ട് ഇപ്പൊ 2ാമത് തുടങ്ങിയ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബെഡ്റൂം കടയാക്കി. അതെ 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 അതെ. പഞ്ചസാരക്കാർക്ക് ഇതിപ്പോ തല തട്ടിയിട്ട് മമ്മിക്ക് മാത്രമുള്ള കടയുടെ ഉള്ളിൽ നിൽക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ ലുലു ഒക്കെ പോലെ ഇവിടെയും ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ആണോ? ആ, ക്യാമറ, അതുപോലെ തന്നെ എപ്പോഴും FM പാട്ടുകള്, സാധനങ്ങളൊക്കെ റെഡിയാ. നിതിൻ അവിടെ കാണും. അവൻ പറയാ കടയിൽ ആള് വന്നിട്ടുണ്ട്, വേഗം വരുമോ എന്ന് പറയോ. പിന്നെ അതുപോലെ ത്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാമ്പാർ കഷ്ണത്തിന്റെ നമ്മുടെ ഇതിരിക്കുന്നുണ്ട്, എന്നിട്ട് പറയാ കുമ്പളങ്ങ, പിന്നെ നെല്ലിക്കൊക്കെ നിങ്ങൾ ഉപ്പിലിട്ട് വെച്ചതല്ലേ? നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് ഉണ്ട്, മിഠായി സാധനങ്ങളുണ്ട്, പഴങ്ങള്. പക്ഷെ ഇതൊക്കെ തലയിൽ തൊട്ടുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറെ എണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ പേസ്റ്റ്, പിന്നെ അയ്യോ ഇവിടെയുള്ള സാധനങ്ങളൊന്നും കാണുന്ന പോലും ഇല്ല. പൗഡർ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ പെട്ടു. ഇതിന്റെ ഉള്ളിലായ ലേസിന്റെ ഉള്ളിലായ കാണില്ല. അപ്പൊ ഒരുവിധ സ്റ്റേഷനറി സാധനങ്ങൾ കൂടുതലല്ലേ? സ്റ്റേഷനറി സാധനം. ഇത് പലചരക്കിന്റെ ഡെപ്പികള്. പലചരക്കിന്റെ ഡെപ്പികളും സ്റ്റേഷനറി, പിന്നെ മുട്ട, പിന്നെ പച്ചക്കറി. കച്ചവടം നടന്നുണ്ട്. വാ ബിരിയാണി കഴിക്കാൻ പോവാന്ന് പറയും. ഇതാരാ? ഇതെവിടുന്ന വർത്താനം പറയണേ? അതിന്ന് വർത്താനം പറയാൻ പറ്റും ഇതിനകത്തേക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് നിതയുടെ വീട്ടിലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ തന്നെ മുളക് സാധനങ്ങൾ, പിന്നെ വില അറിയാൻ വേണ്ടി ഇത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ ഇന്നത്തെ വില 43, വെളിച്ചെണ്ണ 139. നിതേ ഇവിടുന്ന് വെളിച്ചെണ്ണ മേടിച്ചാൽ മതിയായിരുന്നു. നമ്മള് 150-നല്ലേ വെളിച്ചെണ്ണ മേടിച്ചേ? ലുലുല കുറവ്. ഇതാണ് ഞങ്ങളുടെ പുതിയ ലുലു. ലുലുവിൽ എല്ലാത്തിനും വില കുറവ്. അതേ ഉള്ളി. പറയേ. എവിടെയാ? കായക്കൊല പഴിപ്പിക്കാട്ടേക്കാണ്. അപ്പൊ ഇവര് ഇനിയിപ്പോ കട അടച്ചിട്ട് അവിടേക്ക് പോകും അല്ലേ? വീട്ടിലേക്ക് പോകും. ഇതപ്പ നമ്മുടെ അപ്പച്ചൻ കിടന്നായിരുന്ന റൂം അല്ലേ? ഇപ്പൊ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പൊ ഇവിടെ കുഴപ്പമില്ല. ടിവിയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്ത്, ഇവർക്ക് കടയിൽ ആളില്ലാത്ത സമയത്ത് ഇത് തന്നെ ആയ കാരണം ഇവിടെ ഇരുന്ന് കടയിൽ ആള് വരുമ്പോ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അല്ലാത്ത സമയത്ത് ഇവിടെ ഇരുന്ന് ടിവിയും കാര്യങ്ങളൊക്കെ കാണാം. കുടിക്കാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ബുക്ക്, പിന്നെ പാലിന്റെ ഫ്രിഡ്ജ്. നോട്ടെ പാല് നോട്ടെ. ഇത് ഏതൊക്കെ പാലത്? കൗമ്യം. പിന്നെ ഏതാ പാലുകള്? മിൽവ. പിന്നെ ഇത് 2 ബെഡ്റൂം ആയിരുന്നു അന്ന്. പിന്നെ ഇത് ഹാളായിരുന്നു, ഇത് കിച്ചണായിരുന്നു. അപ്പൊ ഇതാണ് സംഭവങ്ങൾ. ഇത് എന്നിട്ട് ആടി എന്നിട്ട് ചെയ്യണേ? ദോശ ഉണ്ടാക്കുക.
വൈകുന്നേരത്തേക്കുള്ളത് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ ഇല്ല ഇത് ഗോതമ്പ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു പഴയ കിച്ചൺ എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പറമ്പ് ബാക്കിലേക്ക്, പറമ്പല്ല ഇറയകവും കാര്യങ്ങളൊക്കെ. ലൈറ്റ് ഇല്ല, ലൈറ്റ് ഉണ്ട്. ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് അവിടെ അടച്ചിട്ടേക്ക്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ഒരു ചെറിയ സ്ഥലമുണ്ട്, അങ്ങടേക്ക്. ഈ വീടാ ഞാന് ഡാഡി ഈ വീട് മേടിച്ചിട്ട് എത്ര നാളായി അപ്പൊ? അതെ, 35 കൊല്ലം. നിനക്ക് 35 വയസ്സായെങ്കിൽ നീ ജനിച്ചപ്പോ തന്നെ 5 വയസ്സുള്ളപ്പോൾ നീ ഇവിടെ എത്തിയിട്ടില്ല. കറക്റ്റ് ഗൈസ്. അപ്പൊ ഞങ്ങളുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് പഴയ വീട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 5 കൊല്ലമായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. അപ്പൊ അത് നിങ്ങൾ വരവൊന്നുമില്ല, ഈ 5 കൊല്ലമായിട്ട് ഈ വഴിക്ക് വന്നിട്ടില്ല, ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അല്ലേ. ഇപ്പൊ ആരും ഇല്ലാത്ത കാരണം, ഇപ്പൊ കട തുടങ്ങിയ കാരണം 18 വയസ്സ് വരെ ജീവിച്ച വീടാണ്. 13 കൊല്ലം അല്ലേ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് 3-4 കൊല്ലം ആകുമ്പോഴത്തേക്കും അവിടെ പിന്നെ വീടായി. പിന്നെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, പിന്നെ കട നിർത്തി. ഇതിന്റെ കല്യാണത്തിന് മുന്നേ കട നിർത്തി. ഞാൻ ആലോചിക്കുന്ന ഇതേ, അന്ന് ഞാൻ പെണ്ണ് കാണാൻ വരുമ്പോ നീ അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇപ്പൊ എന്റെ മുന്നിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിയതേ. പിന്നെ അതേ പോലെ ഇപ്പോഴും നോക്കിക്കാൻ എന്തായാലും എനിക്ക് അന്നൊക്കെ ഭയങ്കര വലിയ ഉണ്ടായിരുന്ന പോലെ തോന്നുക. ഇപ്പൊ അതൊക്കെ പോയി. അപ്പൊ കടയും കാര്യങ്ങളൊക്കെ കണ്ട് കുമ്പളങ്ങി ഇരിക്കണ്ടല്ലോ. കുമ്പളങ്ങി മത്തങ്ങി ഇരിക്കണ്ട. വേറെ എന്നിട്ട് പച്ചക്കറി വേറെ ഒന്നും ഇല്ലേ ഇതിനുള്ളൂ? ഞാൻ വിചാരിച്ചു കടയിൽ വേറെ കച്ചവടം നടക്കണ്ടാവുന്ന ഒന്നുമില്ലല്ലോ. ഇന്നത്തെ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്താ കൊടുക്കണെന്ന് ചോദിക്കണേ നിങ്ങള്. അപ്പൊ ഇന്നില്ല. അത് കാരണം ഒന്നും പച്ചക്കറി സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. തൊട്ടടുത്തല്ലേ, തൃശ്ശൂർക്ക് ആകെ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അത് കാരണം അതാത് ദിവസം പോയിട്ട് അപ്പുറത്തെ ഫ്രഷ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറ്റും. ഡാഡിയുടെ പുതിയ ആക്റ്റീവ് ആട്ടോ, മറ്റേ ബുള്ളറ്റ് ആയിരുന്നു. ബുള്ളറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആയി. കടയിലേക്ക് വല്ല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുള്ള കാരണം കുഴപ്പമില്ല. അപ്പോൾ കട അടയ്ക്കേണ്ട സമയമായിട്ടോ. കട എത്ര മണിക്ക് അടയ്ക്കുക? 10 മണി. 10 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ഞങ്ങള് മുത്ത് രാവിലെയോ? അപ്പോൾ ഉറങ്ങണില്ലേ നിങ്ങള്? അപ്പോൾ ഉറങ്ങണില്ലേ? അപ്പൊ ഇത് സ്പെഷ്യലായിട്ട് പറയണം. ഇപ്പൊ നമ്മളൊരു കട ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടയ്ക്കും എന്നുള്ളത് പറയണം. ഉച്ചയ്ക്ക് നിങ്ങൾ അടച്ചിടും. അപ്പോ അത് പ്രത്യേകം പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ പ്രേക്ഷകർ ഇവിടെ വരുന്നത് ഇത് മേടിക്കാൻ, സാധനങ്ങൾ മേടിക്കാൻ. എറണാകുളം, ആലപ്പുഴ, അതുപോലെ തിരുവനന്തപുരം, കോഴിക്കോട് അവിടെ നിന്നുള്ള ആൾക്കാരുകളൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇവിടെ കട അടച്ചിട്ടേക്കാണ് തിരിച്ചു പോകും. മനസ്സിലായി? അത് പ്രത്യേകം പറയാ. 2 മണി തൊട്ട് 4 മണി വരെ ഉണ്ടാവില്ല. സ്പെഷ്യൽ ഓഫർ ഉള്ളപ്പോൾ നിങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി സാധനങ്ങൾ. 10 രൂപയ്ക്ക് പഴമുള്ള ദിവസമൊക്കെ. ഞാൻ പറയും പുറം നാട്ടുകാർ വരണ്ടേ, ഇവിടുത്തെ ഒരു കച്ചവടം കൊണ്ട് മാത്രം ഇരുന്നാൽ മതിയോ? ഇത് മറ്റുള്ള ജില്ലകളിലെ കച്ചവടം വേണ്ട മമ്മി ഡാഡിയെ. ഡാഡിന്റെ കട്ടയ്ക്ക് അത് കുഴപ്പമില്ല, ചെറിയ കച്ചവടം മതി. അപ്പൊ അഡ്വർടൈസ്മെന്റ് ആയിട്ട് ആരും വരണ്ട. സ്മാർട്ട് കടയോ എങ്ങനെയാണെന്നറിയോ? സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാര് ഇവിടെ നിക്കുന്നുണ്ട്. നീയാണല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ചു ഇവിടെ ജീപ്പേ സൗകര്യം ഉണ്ടായിരിക്കില്ല എന്നാണ് എഴുതി വെച്ചേക്കണേ. ഞാൻ ഉണ്ടായിരിക്കും വിചാരിച്ചിട്ടാ നിക്കണത്. അപ്പൊ എന്തായാലും നല്ല പഴം ഉണ്ടോ? നാടൻ പഴമൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. നാടൻ പഴം. അത് ശരിയാ. ഞാനും വിചാരിച്ചത് മാർക്കറ്റിലെ പഴം അല്ല. കാരണം മാർക്കറ്റിലെ പഴം ഇങ്ങനെയല്ല ഇരിക്കുന്നത്, നാടൻ പഴം. ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എത്രയാ? ഇപ്പൊ വില കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ്. നീ ഇതൊക്കെ വന്നപ്പോഴേക്കും ചോദിച്ചു മനസ്സിലാക്കി വെച്ചാ? ഓരോ ദിവസം വില മാറുന്നില്ല. ഓരോ ദിവസം വില മാറും. അറിയോ നിനക്ക്? എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പൊ അതൊക്കെയാണ് കടയുടെ വിശേഷം. പിന്നെ ഇവരുടെ ഇവിടെയല്ലായിരുന്നു വണ്ടിയുടെ കാർ പോർച്ച്. വണ്ടി ഇതാണ് ഗേറ്റ്. ഇവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റിയിടും. അപ്പൊ കട ഇവിടെയായിരുന്നു വണ്ടി കയറ്റി വന്നത്. പിന്നെ ഉമ്മിനിയുള്ള സമയത്ത് പിന്നെ ഇതാണ് കേട്ടോ ഇവരുടെ കിണർ എന്ന് പറയുന്നത്. കിണറൊക്കെ ഇവിടെ സ്ലാബിട്ട് നമ്മുടെ വീട്ടിലെ പോലെ തന്നെ മൂടിയിട്ടേക്കാണ്. അപ്പൊ ഇത് ആണ് കിണറ് കാര്യങ്ങള്. അപ്പൊ പഴയ വീട്. അതെനിക്ക് ഓർമ്മയുണ്ട്. റിലയൻസിന്റെ മറ്റേ അത് ആ മൂലയ്ക്കല്ലേ വെച്ചിട്ടുണ്ടായിരുന്നേ?
അതെനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിങ്ങനെ കട അന്നത്തെ എല്ലാം ഓർമ്മയുണ്ട്. 15 വർഷമല്ലായുള്ളൂ, എൻ്റെ ഓർമ്മ പോകേണ്ട സമയമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഇനിയിപ്പോൾ മുത്തിനെ എടുക്കുക, നേരെ വീട്ടിലേക്ക് പോവുക അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ. നാളെ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള വണ്ടി ഓടിക്കാനായിട്ട് കൊണ്ടുവരും. ഗ്രാൻഡ് വിക്ടാറ ഓടിക്കാൻ വേണ്ടി നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കയ്യോടെ ആ സാധനം ബുക്ക് ചെയ്യും. ആ വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോഴേക്കും അപ്പോൾ കാറ് ബുക്ക് ചെയ്യാം. അതാണ് പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും പറയണ്ട കടയിലത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മമ്മിയോ ഡാഡിയോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോഴേ സോഡ വില കുറച്ച് കൊടുക്കണ്ടോ? 10 രൂപയുടെ സോഡ 9.95 പൈസ. അതെ, താറാണോ വേണ്ടേ ഗ്രാൻഡ് വിറ്റാരിയാണോ വേണ്ടത്? ഈ രണ്ട് വണ്ടി ഗ്രാൻഡ് വിറ്റാരിയാണോ താറാണോ വേണ്ടത് കമന്റ് ചെയ്യണം. ഒന്ന് കമന്റ് ചെയ്തോളാം. കാരണം എനിക്ക് ഗ്രാൻഡ് വിറ്റാരി ഇഷ്ടം, പ്രതിഷേധ താറാ ഇഷ്ടം. അപ്പൊ പിന്നെ ഒന്ന് കമന്റ് ചെയ്തോളാം ഏതാ നല്ലതെന്ന് അറിയാലോ. എന്താന്ന് താറിന്റെ അതെല്ലാവർക്കും മമ്മിയെ ബ്ലാക്ക് തന്നെ ഇഷ്ടം. എനിക്കും ഇഷ്ടം ബ്ലാക്കാ. പക്ഷെ എനിക്ക് ഇഷ്ടം ബ്ലാക്ക് ആണെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ ഇല്ലാത്ത കളർ വൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈറ്റ് മേടിക്കാന്ന് പറയണം. അല്ലാണ്ട് എനിക്ക് ബ്ലാക്ക് ഇഷ്ടമില്ലാണ്ടല്ല, ബ്ലാക്ക് തന്നെ എനിക്കും ഇഷ്ടം. ആരെങ്കിലും ഇല്ലാത്തത് വൈറ്റ് ആണ്. അപ്പൊ താറ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം. അത് മറ്റുള്ളവരെയും ഇല്ലാത്ത കാര്യം. അല്ലാണ്ട് താറ് ബ്ലാക്ക് മോശമായിട്ടില്ല, ബ്ലാക്ക് തന്നെയാണ് സൂപ്പർ. പക്ഷെ വൈറ്റ് പറയില്ലേ അല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ പറയാനൊന്നും. അപ്പോൾ കഴിഞ്ഞില്ലേ? അപ്പോൾ എല്ലാ സാധനവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കടയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മീഷൻ പൈസ കിട്ടുകയാണെങ്കിൽ പോവായിരുന്നു. കാരണം ഇത് പറഞ്ഞിട്ടൊന്നുമല്ല, ഇത് നമ്മൾ വരുമ്പോ ചെയ്യും, അതിന് പൈസ തരിക, പോവാ. അതെ, നീ 3 ദിവസമായിട്ട് ഇവിടുത്തെ ഫുൾ സാധനങ്ങൾ അടിച്ച് തിന്നുണ്ടാവും. എനിക്ക് ഡൗട്ട് തോന്നി. മിഠായി തീർന്നുണ്ടാവും, കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിൽ തീർന്നുണ്ടാവും. ഡെയിലി 3 വെച്ച് കുടിക്കണ്ടാവും. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. അപ്പൊ ഇവിടുത്തെ ലാഭകച്ചിനെ തന്നെ തിന്ന് തീർക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ കട ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ അധികം നാളെ പോവില്ലായിരുന്നു. അപ്പൊ നീ വീട്ടിലേക്ക് പോരാ നല്ലത്. സ്കൂൾ പൂട്ടിന് എപ്പോഴും വരുന്നവര് വിളിച്ചാൽ മാത്രം വന്നാ മതി. ഡാഡി വിളിച്ചപ്പോ പറയണ്ടായിരുന്നു ചേട്ടൻ മുത്തവിടെ പോയത് വേറെ ഒന്നിനാവില്ല, ഫുള്ളെടുത്ത് മിഠായി ആ കടയും അടപ്പിക്കുന്നു. അതേപോലെ അപ്പൊ എന്തായാലും ഇവരും കട അടയ്ക്കാൻ പോവാണ്. ഞങ്ങളും മുത്തിനെ കൊണ്ട് നേരെ വീട്ടിൽ പോവാണ്. നാളെ മുതൽ മുത്തിന് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പൊ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ വിശേഷമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, Instagram, Facebook, and follow